ചെല്ലുമ്പോൾ കാണുന്നത് ഈ സ്ത്രീയും ഗുണ്ടകളും കൂടെ വന്നിട്ട് ഇയാളെ മാരകമായി ഉപദ്രവിക്കുന്നതാണ്. എടുത്ത് തറയിലടിച്ചു എന്നാണ് പറയണത്. ഉണ്ടായ കുട്ടികളെ അതിഭീകരമായി മർദ്ദിച്ച് ആൾക്കാർ നോക്കി നിൽക്കെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇയാൾ പിടിച്ച് വലിച്ചെറിഞ്ഞു രണ്ടുപേരെയും. നമസ്കാരം. 3-4 ദിവസം മുറിപ്പള്ളത്തടി മാടന്തപുരാൻ ക്ഷേത്രത്തിലായിരുന്നു. ദിവസം 30-35 പേരുടെ മനോദുഃഖങ്ങൾ കേൾക്കുക, പറയുക, അത് കേൾക്കുക, പരിഹാരങ്ങൾ ഉണ്ടെങ്കിൽ പറയുക. ഇനി പരിഹാരങ്ങൾ പറഞ്ഞാൽ തന്നെ അത് പരിഹാരം കൊണ്ട് തീർക്കാൻ പറ്റാത്തതാണോ അല്ലെങ്കിൽ പരിഹാരം കൊണ്ട് പരിഹാരമാകുന്നതോ എന്നൊന്നും ഒരു ധാരണയില്ലാത്ത അവസ്ഥ. മനുഷ്യനാൽ തന്നെ പീഡിപ്പിക്കപ്പെടുകയും മനുഷ്യൻ അവൻ്റെ കർമ്മദോഷങ്ങൾ കൊണ്ട് സ്വയം പീഡിപ്പിക്കപ്പെടുകയും അവൻ്റെ പൂർവ്വജന്മ ദോഷങ്ങൾ കൊണ്ട് സ്വയം വേദന അനുഭവിക്കേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ്, എന്ത് പരിഹാരങ്ങൾ കൊണ്ടാണ്, ഇല്ലെങ്കിൽ എന്തിനാണ് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് മറ്റാരും ചോദിച്ചില്ലെങ്കിൽ പോലും ഞാനത് ചോദിക്കാൻ വിധിക്കപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തെന്നാൽ മനുഷ്യൻ്റെ ദുഃഖങ്ങൾ താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ്, വളരെ ഭീകരമാണ്. എനിക്കതിൽ വളരെ വേദന തോന്നിയ കാര്യം, സുന്ദരനും ആരോഗ്യ ദൃഢനുമായിട്ടുള്ള ഒരു പുരുഷൻ, ആ പുരുഷനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അമ്മ, ആ പുരുഷൻ്റെ മുഖത്ത് സൗന്ദര്യം നിറഞ്ഞ് നിൽക്കുന്നതിലുപരി അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന അതിതീവ്രമായ ഒരു ദുഃഖം. അദ്ദേഹം വളരെ കാലം വിദേശത്തായിരുന്നു. വിദേശത്തിരുന്നത് കൊണ്ട് തന്നെ പണമുണ്ടാക്കി എല്ലാം ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്തു. അവിടെ ജോലിയൊക്കെ മതിയാക്കി നാട്ടിലേക്ക് വന്ന് കുട്ടികളെയൊക്കെ വളർത്തി സുഖമായി ജീവിക്കാമെന്ന് കരുതുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ നടുക്കിക്കൊണ്ട് ജീവിതത്തിനെ സ്തംഭിപ്പിച്ചുകൊണ്ട് ഭാര്യയ്ക്കൊരു കാമുകനുള്ളതായിട്ടും ഭാര്യയുടെ പേരിലിരിക്കുന്ന സ്വത്തിൽ നിന്ന് ഭർത്താവിനെ പുറത്താക്കിക്കൊണ്ട് അതിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹം കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 കുട്ടികളും ഭാര്യയും, ഭാര്യയുടെ കാമുകൻ എന്ന് പറയുന്ന മറ്റാരുമല്ല, അദ്ദേഹത്തിൻ്റെ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അടുത്ത ബന്ധു. എന്നാൽ ആ ചെറുപ്പക്കാരനെങ്കിലും വിചാരിക്കണ്ടേ, 3 മക്കളുടെ ഒരു സ്ത്രീയെ, ജീവിതകാലത്തിൻ്റെ നല്ല ഭാഗം മുഴുവൻ ഭാര്യയ്ക്കും കല്യാണം കഴിച്ച സ്ത്രീക്കും മക്കൾക്കും വേണ്ടി വിദേശത്ത് ജോലി ചെയ്ത പുരുഷൻ, അവൻ വിദേശത്ത് നാട്ടിലേക്ക് വന്ന് സ്വസ്ഥമായി ഭാര്യയോടൊപ്പം സ്നേഹത്തോടെ ജീവിക്കാമെന്ന് കരുതുമ്പോൾ, ഒരു വീടൊക്കെ വെച്ച് കരുതുമ്പോൾ, ആ ഭാര്യ തന്നെ ഭർത്താവിനെ വേണ്ട, ഞാനും എൻ്റെ മക്കളും ആ അന്യപുരുഷനുമായിട്ട് ജീവിച്ചോളാം, നിങ്ങളെനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ദയനീയമായ അവസ്ഥ. സത്യം പറഞ്ഞാൽ എനിക്ക് ആ സഹോദരിയോട് പറയാനുള്ളത്, ശരീരത്തിൻ്റെ മാംസത്തിൻ്റെ ദാഹവും ഭൗതികമായിട്ടുള്ള ഭ്രമങ്ങളുമൊക്കെ കെട്ടടങ്ങുന്ന ഒരു കാലമുണ്ടാകും. ഞങ്ങളൊക്കെ തന്നെ ഒരു കാലത്ത് സൗന്ദര്യമുണ്ടെന്ന്, എന്തും ഒക്കെ ആരോഗ്യവും സൗന്ദര്യം കൊണ്ടൊക്കെ എല്ലാം നേടാമെന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതൊന്നും ഒന്നുമല്ല എന്ന് തിരിച്ചറിയുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എവിടെയാണ് സഹോദരി നിങ്ങൾ വന്ന് നിൽക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഭർത്താവിനെ, കുട്ടികളുടെ അച്ഛനെ അടിച്ചു പുറത്താക്കി നിങ്ങളുടെ അധികാരമുള്ളത്, അവകാശമുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹം അവിടെ ഇരുന്ന് സമ്പാദിച്ച് നിങ്ങൾക്ക് അയച്ചു തന്ന പണം കൊണ്ട് ആ വെച്ച വസ്തുവിനകത്തും വീടിനകത്തും താമസിക്കാനുള്ള അവകാശമുള്ളത് കൊണ്ട്, പേരുള്ളത് കൊണ്ട്, നിങ്ങളുടെ പേരിലായതുകൊണ്ട് മാത്രം നിങ്ങളുടേതാണെന്ന് വിശ്വസിക്കുന്ന, അവിടെ നിങ്ങളൊരു പരപുരുഷനെ, അതാരാണ് നിങ്ങളുടെ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബന്ധുവിനെ, അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഒരാളെ ആ അമ്മ കേട്ടുകൊണ്ടിരിക്കുകയാണ് പുറകിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ ലോകം എങ്ങോട്ടാണ് പോകുന്നത്? എന്തൊരു മോശമായൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സൗന്ദര്യം നശിക്കും, ഈ ശരീരം നശിക്കുന്നതാണ്, ഈ മാംസദാഹം നശിച്ചു പോകുന്നതാണ്. മാംസത്തിൻ്റെ ദാഹം എന്ന് പറയുന്നത് ജീർണിക്കുന്നതാണ്. ശ്വാസം നിലച്ചാൽ ദുർഗന്ധം വമിക്കുന്ന ഈ ശരീരം, ശ്വാസമൊന്ന് നിലച്ചാൽ ഒരു സ്പ്രേ അടിച്ചാലും നിൽക്കില്ല, എത്ര സ്പ്രേ അടിച്ചാലും നിൽക്കില്ല, എത്ര ചന്ദനത്തിരി കത്തിച്ച് വെച്ചാലും, എത്ര സുഗന്ധദ്രവ്യങ്ങൾ പൂശിയാലും നിൽക്കില്ല ആ ദുർഗന്ധം. ആ ദുർഗന്ധം മറഞ്ഞിരിക്കുന്നതിൻ്റെ പുറത്തെ സുഗന്ധമാണ് ശരീരം. ആ ശരീരത്തിൽ ഭ്രമിച്ചുകൊണ്ട്, ബന്ധങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട്, കുട്ടികളുടെ അച്ഛനെ പുറത്താക്കിക്കൊണ്ട്, മുറ്റത്ത് തന്നെ സർവസ്വവും ആയിട്ട് കണ്ട ഭർത്താവ് അന്യനെ പോലെ ജീവിക്കുമ്പോൾ മറ്റൊരു പുരുഷനെ കിടപ്പറയിലേക്ക് വിളിക്കുന്ന ഭാര്യ. തിരുവനന്തപുരം നഗരമാണെന്ന് ആലോചിക്കണം. ഞാൻ കുറേ നേരം നിശ്ചലമായി ആ ചെറുപ്പക്കാരൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നിട്ട് ഞാൻ പറഞ്ഞു,
നിങ്ങൾ വിവാഹബന്ധം ഏർപ്പെടുത്തി വേണ്ട, പക്ഷേ അയാൾക്ക് അദ്ദേഹത്തിൻ്റെ കുട്ടികളെ മറക്കാൻ വയ്യ. ചെറിയ കുട്ടിയൊക്കെ എന്നെ കാണിച്ചു ഫോട്ടോസൊക്കെ, എനിക്ക് വളരെ ദയനീയത തോന്നി. കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വളരെ അറ്റാച്ച്ഡ് അല്ലേ കുഞ്ഞുങ്ങൾ, അത് മറ്റൊരാൾ മനസ്സിലാക്കണം എന്നില്ല. അവർ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്, ആ സ്ത്രീ എപ്പോഴാണ് കുട്ടികളുടെ സ്നേഹം ആ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ്റെ യഥാർത്ഥത്തിലുള്ള വേദന അവസാനം ശരശയ്യയിൽ ഭീഷ്മർ കിടന്ന പോലെ ശരശയ്യയിൽ കിടന്നു. ഭീഷ്മർ ചെയ്തിട്ടുള്ള ഒരുപാട് തെറ്റുകൾ ഞാൻ ശകുനിയിലും അധർമ്മഭാരതത്തിലും മറ്റേ അശ്വത്ഥാമാവിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഭീഷ്മാചാര്യരൊക്കെയാണ്, പക്ഷേ ചെയ്തു പോയ തെറ്റുകൾ, അബദ്ധങ്ങൾ, അതേപോലെ അതിനെക്കുറിച്ച് ഓർത്ത് ശരശയ്യയിൽ കിടക്കേണ്ട അവസ്ഥ. ഇത് മനുഷ്യൻ്റെ ഒരു ധർമ്മസങ്കടമാണ്. നമ്മളിത് കേൾക്കേണ്ടി വരുന്ന ഒരു ധർമ്മസങ്കടം. ഞാനത് മുഴുവൻ കേൾക്കുക ചെയ്തേ. മറ്റൊന്ന് വളരെ ദയനീയമായിട്ടുള്ള മറ്റൊന്ന്, ഒരു കാലത്ത് എനിക്ക് നല്ല പരിചയമുണ്ടായിരുന്നൊരു സുഹൃത്താണ്. അദ്ദേഹം ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ സഹായിയായിട്ട് ഉണ്ടായിരുന്ന ആളാണ്, എനിക്ക് പരിചയമുള്ള ആളാണ്. തിരുവനന്തപുരം നഗരത്തിലൊരു സമ്പന്നനാണ്, രാഷ്ട്രീയമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്നു. ഞാനും സിനിമയൊക്കെ വിട്ട് വന്ന കാലഘട്ടത്തിൽ ഇദ്ദേഹമായിട്ട് കുറച്ച് കാലം ഒരുമിച്ചുണ്ടായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയത്തിലൊക്കെ നല്ല ബന്ധമുണ്ടായിരുന്ന ആളുണ്ടായിരുന്നു. എല്ലാ വൈകുന്നേരങ്ങളിലും ഞങ്ങൾ MLA ഹോസ്റ്റലിലും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലഘട്ടം. ഉലഞ്ഞു പോയ ജീവിതത്തിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു സൗഹൃദമാണത്. അപ്പോൾ ഞാൻ അദ്ദേഹമായിട്ട് വൈകുന്നേരങ്ങളിൽ കാണും, വൈകുന്നേരം ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയും. അങ്ങനെ ഇരിക്കുന്ന അദ്ദേഹം ബിസിനസ്സുകാരനായിരുന്നു. അന്നും അദ്ദേഹത്തിന് ഭൗതിക സുഖങ്ങളോട് ഭയങ്കര ഭ്രമമുണ്ടാകും, സ്ത്രീകളോടും പണത്തിനോടുമൊക്കെ അമിതമായ ഭ്രമമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ വഴി ഇദ്ദേഹത്തെ തേടിപ്പോയിട്ട് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചു. ഞാൻ കാണുമ്പോഴത്തേക്ക് അദ്ദേഹം ഒരു മുതലാളിയായി കഴിഞ്ഞു. അദ്ദേഹം കെട്ടിട സാമഗ്രികളൊക്കെ വിൽക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങി. എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ ഒരു ദിവസം ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചോ എന്ന് ചോദിച്ചപ്പോൾ കഴിച്ചു എന്ന് ചോദിച്ചു. എനിക്ക് അത്ഭുതം തോന്നിയ ഒരു വളർച്ചയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. നോക്കുമ്പം ഒരു തടിച്ച ശരീരമുള്ള ഒരു സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. സാമാന്യമനുസരിച്ച് ഒരു സുഹൃത്ത് വളരെ കാലത്തിന് ശേഷം കണ്ടാൽ തൻ്റെ ഭാര്യയെ ഒന്ന് പരിചയപ്പെടുത്തേണ്ട മര്യാദ, അദ്ദേഹത്തിന് അങ്ങനെ ഒരു മര്യാദയൊന്നുമില്ല. പണത്തിനോടും പെണ്ണിനോടും അപാരമായ ഭ്രമമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു ആചാര മര്യാദ അദ്ദേഹത്തിൽ ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ടും ഒന്നും. പക്ഷേ ആ സ്ത്രീ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടു. പിന്നീട് ഞാൻ അറിഞ്ഞു, നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ്, ആ സ്ത്രീയുടെ സ്വത്താണ്. ആ സ്ത്രീയെ ഇദ്ദേഹം വിവാഹം കഴിച്ചു. ആ സ്ത്രീ ആദ്യം ഒരു വിവാഹം കഴിച്ചതാണ്. ആ വിവാഹത്തിൽ നിന്ന് ഭർത്താവ് മരിച്ചു പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്താണ് ഈ സ്ത്രീക്ക് കിട്ടിയത്. ആ സ്വത്ത് ഭ്രമിച്ചാണ് ഇദ്ദേഹം ഈ വിവാഹം കഴിച്ചെന്നൊരു തോന്നൽ എനിക്കുണ്ടായി. എന്തായാലും ഞാൻ അദ്ദേഹത്തിനുള്ള സൗഹൃദം നിലനിർത്താൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ട് തന്നെ ആ സൗഹൃദം നിലനിന്നില്ല. ഈ അടുത്ത കാലത്ത് പിന്നെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പല വാർത്തകളും ഞാൻ കേട്ടു വർഷങ്ങൾക്ക് ശേഷം. ഈ അടുത്ത കാലത്ത് എന്നെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത കേട്ടത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ള വാർത്ത, ഞാനിത് പറയുന്നത് നമുക്ക് അർഹതയില്ലാത്ത എന്താണെങ്കിലും, അർഹതയില്ലാത്ത ഭക്ഷണമാണെങ്കിലും, അർഹതയില്ലാത്ത അന്യൻ്റെ ഭൂമിയാണെങ്കിലും, അർഹതയില്ലാത്ത ഒരാളുടെ നാണയമാണെങ്കിലും, അർഹതയില്ലാത്ത മറ്റൊരാളുടെ സ്വപ്നങ്ങൾ പോലും നമ്മൾ കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ, എന്തും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ, നമുക്ക് അർഹതയില്ലാത്തത് എന്തും കവർന്നെടുക്കാൻ ശ്രമിച്ചാൽ നമുക്കത് അനുഭവിക്കാൻ പറ്റില്ല എന്നുള്ളത് മാത്രമല്ല, അതുണ്ടാക്കുന്ന ദുരിതം, അതുണ്ടാക്കുന്ന വേദന, അതുണ്ടാക്കുന്ന ഏകാന്തത, ഭീകരത ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. നിരവധി വട്ടം ഇത്തരം വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ആ സുഹൃത്തിൻ്റെ ഒരു പതനം കേട്ട് ഞാൻ അന്താളിച്ചെന്ന് പോയി. ഞാനത് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ നല്ല സുഖവനാണ്, കാണാനൊക്കെ നല്ല സുന്ദരനാണ്, ആരോഗ്യദൃഢനാണ്, ഇഷ്ടംപോലെ പണമുണ്ട്, എപ്പോഴും പോക്കറ്റിൽ പണം ഉണ്ടാകും, നല്ല ബന്ധങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പതനം കേട്ടപ്പോൾ എനിക്കുണ്ടായ ഒരു മാനസിക സംഘർഷം, ഞാൻ കുറച്ചു നേരം, ഇപ്പോൾ പോലും ഞാനത് പറയുമ്പോൾ എന്നോടൊപ്പം ഞാൻ MLA ഹോസ്റ്റലിൽ വൈകുന്നേരം ഇദ്ദേഹത്തിനോടൊപ്പം പോകുമ്പോൾ ഇദ്ദേഹം വാങ്ങിച്ചു തന്ന മസാല ദോശയൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നോട് വളരെ വാത്സല്യവും സ്നേഹവുമായിരുന്നു. എന്നോട് എനിക്ക് അദ്ദേഹത്തിനെ മറക്കാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ തകർച്ച എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്നെ വേദനിപ്പിക്കുന്നു അത്. എന്തെന്നാൽ ഇദ്ദേഹം ഈ സ്ത്രീയെ, ആ സ്ത്രീയുടെ സ്ഥാപനമാണ്, ആ സ്ത്രീയുടെ ഭൂമിയാണ്. ആ സ്ത്രീയുടെ ഭൂമി ഇദ്ദേഹം ആ സ്വത്ത് വേണ്ടിയിട്ടാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ഇദ്ദേഹം ഭയങ്കര സൗന്ദര്യബോധമുള്ള ഒരാളാണ്, സ്ത്രീകളോട് അമിതമായ കമ്പമുള്ള ആളാണ്, പണത്തോട് അതിനെ കൂടുതൽ കമ്പമുള്ള ആളാണ്. ഇതൊക്കെ എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ പൊരുത്തപ്പെട്ടു പോകാനുള്ള ബുദ്ധിമുട്ടും, സൗഹൃദം കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും, നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ടും, നമുക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടും, അദ്ദേഹത്തിൻ്റെ സൗഹൃദത്തിൻ്റെ ആ ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് വഴിമാറി സഞ്ചരിക്കുകയാണ് ചെയ്തത്.
എന്തായാലും ഇദ്ദേഹം ഈ സ്ത്രീയെ കല്യാണം കഴിച്ചു. പിന്നെ എൻ്റെ കേട്ടറിവാണ്. ഇടയ്ക്കിടയ്ക്ക് ഏതോ വാർത്തകളൊക്കെ വന്നു, പലരും വാർത്തകൾ ചെയ്തിരുന്നു ഇതിനെക്കുറിച്ച്. ഇദ്ദേഹത്തിൻ്റെ ആ സ്ഥലം, തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും മനോഹരമായ സ്ഥലത്തെ ആ ഭൂമി ആ സ്ത്രീയുടെ പേരിൽ ആയിരുന്നു. അവിടെയാണ് ഇദ്ദേഹം ഈ ഷോപ്പ് തുടങ്ങിയത്. ഒരു 10-15 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സ്ഥലമാണ്. അതോ 20 സെൻറ്റിൽ കൂടുതലൊക്കെ ഉണ്ട്. അത് ഇദ്ദേഹത്തുമായിട്ട് ഈ സ്ഥലത്തിനൊരു ബന്ധമില്ല. ആ സ്ഥലം ആ സ്ത്രീയുടേതാണ്, ആ വിധവയായ സ്ത്രീയുടെയാണ്. ആ സ്ഥലം സ്വപ്നം കണ്ടുകൊണ്ട്, ആ സ്ഥലത്തിൻ്റെ മൂല്യം കണ്ടുകൊണ്ട് ഇദ്ദേഹം ആ സ്ത്രീയെ കല്യാണം കഴിച്ചു. ആ സ്ത്രീ മരണപ്പെടുന്നു. ആ മരണത്തെക്കുറിച്ചിട്ടുള്ളതൊക്കെ ഒരുപാട് ദുരൂഹതകൾ പിന്നെ കേട്ടു. ഇദ്ദേഹം കോപിഷ്ഠനാണ്. ഇദ്ദേഹം ചവിട്ടിക്കൊന്നതാണെന്നും കൊലപ്പെടുത്തിയതാണെന്നും ഇദ്ദേഹത്തിന് രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉള്ളതുകൊണ്ട് ഇദ്ദേഹത്തിനെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലാത്ത ആളാണെന്നും ഒക്കെ ഉള്ള ഒരുപാട് കഥകൾ നമ്മൾ ഇങ്ങനെ കേട്ടു. അതൊക്കെയാണ് അദ്ദേഹത്തിന് സ്വാധീനമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും കാലങ്ങൾ കഴിഞ്ഞ് ആ സ്ത്രീയുടെ മരണത്തെക്കുറിച്ചൊന്നും ഒരു അന്വേഷണമില്ല. അതങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. അദ്ദേഹം പിന്നെയും ഒരുപാട് സ്ത്രീകളുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ ഈ സ്ത്രീയുടെ സ്ഥലത്തേക്ക് ബാക്കി ഒരു കേരളത്തിലെ ഒരു വലിയ പ്രമുഖമായ ഒരു ബിൽഡറുമായിട്ട് ചേർന്നിട്ട് എത്രയോ ഫ്ലാറ്റുകൾ കെട്ടിപ്പൊക്കി. അതിൻ്റെ എത്രയോ നിലകൾ ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റുകൾ ഇദ്ദേഹത്തിന് വേണ്ടി ആ കമ്പനിക്കാർ വിട്ടുകൊടുക്കുകയും ബാക്കി ഫ്ലാറ്റ് മുഴുവൻ അവർ വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇദ്ദേഹം ഒരു ശതകോടീശ്വരനായി മാറി എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് ബെൻസ് കാറുകളും പിന്നെ ഇഷ്ടം പോലെ ധനവും. ആലോചിക്കണം, ഇദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല. അതെല്ലാം മറ്റൊരു സ്ത്രീയുടെയാണ്. ഈ മരണപ്പെട്ടു പോയ ഈ സ്ത്രീയുടെ സ്വത്താണ്. അപ്പോൾ ആ സ്ത്രീയുടെ മരണശേഷം എങ്ങനെയോ കൊല്ലപ്പെടുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്തു. അതിനുശേഷം ഇദ്ദേഹത്തിലേക്ക് വന്ന് ഈ സ്വത്ത് കൊണ്ട് ഇദ്ദേഹം ആഡംബരപൂർവമായ ഒരു ജീവിതം അങ്ങോട്ട് ആലോചിക്കുകയാണ്. ബെൻസ് കാർ കൊടുക്കുക, 10-14 ഇഷ്ടത്തിന് ഫ്ലാറ്റ് വിൽക്കുക, കോടിപതിയായി ജീവിക്കുകയാണ്. ഇഷ്ടമുള്ള സ്ത്രീകളെ കൊണ്ടുവരിക, അവരുമായിട്ട് ശാരീരിക ബന്ധം ഉണ്ടാക്കുക, കുറച്ച് ദിവസം അവരോട്ട് ജീവിക്കുക, അങ്ങനെ ഉപേക്ഷിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഒരു വിദേശ വനിതയുമായിട്ടൊരു ബന്ധമുണ്ടാകുന്നു, അവരുടെ മകളുമായിട്ട് ബന്ധമുണ്ടാകുന്നു. ആ ഇതൊക്കെ കേട്ടുകഥകളാണ്. വന്ന് ഇവരുമായിട്ട് താമസിക്കുന്നു, ആഡംബരപൂർവമായ ജീവിതം നയിക്കുന്നു. ക്രമേണ ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയ്ക്ക് മോശമുണ്ടാകുന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഊർജം അതാ എപ്പോഴും അങ്ങനെ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ജാതകമൊക്കെ നോക്കുമ്പോൾ, ഗ്രഹനിലയും ജാതകമൊക്കെ നോക്കുമ്പോൾ എന്തിനാണ് ഈ പൊരുത്തം നോക്കുന്നത്? ഈ 2 ഗ്രഹനിലകൾ തമ്മിലുള്ള പൊരുത്തം ചേരുമോ? ഈ 2 തമ്മിലുള്ള ഊർജ്ജം ചേരുമോ? ഈ ഊർജ്ജങ്ങൾ ഗ്രഹനിലകൾ ശരിയല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ദുഃഖമുണ്ടാകും, സാമ്പത്തിക അവസ്ഥയ്ക്ക് ദുഃഖമുണ്ടാകും, മാനസികാവസ്ഥയ്ക്ക് ദുഃഖമുണ്ടാകും, ദാമ്പത്തിക അവസ്ഥയ്ക്ക് ദുഃഖമുണ്ടാകും, ജീവിതത്തിന് പ്രശ്നങ്ങളുണ്ടാകും. ഇത് ഉണ്ടാകുന്നതാണോ? 2 പേര് തമ്മിൽ ശാരീരിക ബന്ധം, അത് ശാരീരികമായ ബന്ധത്തിലുള്ള മഹേന്ദ്രപൊരുത്തം ഉൾപ്പെടെയുള്ള സന്താനങ്ങൾ ഉണ്ടാകുന്ന പൊരുത്തം ഉണ്ടാകുക, യോനിപ്പൊരുത്തം, അങ്ങനെയുള്ള ഒരുപാട് പൊരുത്തങ്ങളുണ്ട്. രാശിപ്പൊരുത്തം, വേദമായിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള പൊരുത്തങ്ങളെല്ലാം നോക്കുന്ന എന്തിനാണ്? ഇത്തരത്തിലുള്ള ഊർജ്ജങ്ങൾ 2 തലത്തിൽ നിൽക്കുന്ന ഊർജ്ജങ്ങൾ ചേരുമ്പോൾ ആ ഊർജ്ജം പോസിറ്റീവായിട്ട് മാറിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ദോഷങ്ങളാണ് ഇതിനകത്തുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ജാതകങ്ങൾ ഇങ്ങനെ വളരെ ഗഹനമായി പരിശോധിക്കണമെന്ന് പറയുന്നത്. അത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അങ്ങനെ പിന്നെ ചിലർ തള്ളിക്കളയും. എന്തായാലും ഇവിടെ സംഭവിച്ചത് ഇദ്ദേഹത്തിൻ്റെ ഊർജ്ജവുമായിട്ട് ചേരാത്ത, കണ്ടാൽ അതിസുന്ദരിയായിട്ടുള്ള, ആര് കണ്ടാലും നോക്കി നിന്നു പോകുന്ന ഒരു സ്ത്രീരത്നത്തെ ഒരു ദേവസൗന്ദര്യമാണെന്നാണ് പറയുന്നത്. കണ്ടവരൊക്കെ പറയുന്നത് ദേവസൗന്ദര്യം ഒഴുകുന്ന ഒരു സ്ത്രീയായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹം അങ്ങനെ വലിയ സുന്ദരനായിട്ടുള്ളൊരു മനുഷ്യനല്ല. പക്ഷേ ഇദ്ദേഹത്തിന് സ്ത്രീകളോടുള്ള ഭ്രമം കാണും. നിരവധി സ്ത്രീകളെ കൊണ്ടുവരും, ഇഷ്ടംപോലെ പണം കൊടുക്കും, എല്ലാം ഇങ്ങനെ നമ്മൾ ദേവാസുരത്തിലെ നീലകണ്ഠനാണ് അങ്ങനെ ഒരു കഥാപാത്രമുണ്ടല്ലോ, അതേപോലുള്ള അതിഭീകരമായിട്ട് ഭൗതികങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കുന്ന ഒരാൾ, തമ്പുരാക്കന്മാൻ, 6-ാം തമ്പുരാനെ പോലെയൊക്കെയുള്ള ഒരാൾ. എന്തായാലും ഈ സ്ത്രീയുടെ ആട്ടം വളരെ കാലം ജീവിച്ചു തുടങ്ങുമ്പോൾ ഇവർ തമ്മിൽ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു. അവർക്കാണെങ്കിൽ ആദ്യത്തെ വിവാഹത്തിലെങ്ങാണ്ട് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ ആ കുട്ടിയുമായിട്ട് പെൺകുട്ടിയോ പുരുഷനോ അങ്ങോട്ടാണ്. എന്തായാലും ക്രമേണ ഇവർ തമ്മിൽ ഈ സ്വത്തിൻ്റെ ഭാഗത്തിൽ, കാരണം ഇവരെ സ്വത്തല്ല, ഈ വന്ന് താമസിക്കുന്ന സ്ഥലത്തെ ഈ സ്വത്തുക്കൾ തമ്മിലും സമ്പത്തിനെ സംബന്ധിച്ച് ഉള്ള ഒരു അകൽച്ച തുടങ്ങി. കാരണം ഇയാൾ മരിച്ചുപോയാൽ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയത്തില്ല. ഇല്ലെങ്കിൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ കാലശേഷം ഇയാൾക്ക് ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ തുടങ്ങി. അവിടെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജികൾ ഒരാളുടെ ആരോഗ്യാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെ ഭയങ്കരമായിട്ട് ബാധിച്ചു.
അങ്ങനെ ഈ ദാമ്പത്യത്തിൽ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമുണ്ടാകുന്നു. ശതകോടീശ്വരനായ ശതകോടികളുടെ സ്വത്തുള്ള ഇയാൾ ഇവർ തമ്മിലുണ്ടാകുന്ന വാക്കേറ്റത്തിൽ പ്രശ്നമുണ്ടാക്കി അവരെയും മക്കളെയും മകളെയും മകനെയോ അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു. അവർ ബോംബാധോലോകമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്ന ആളാണെന്നൊക്കെ പറയുന്നു. എന്തായാലും ഇയാൾ ഒരു ഭയങ്കര ഗട്സുള്ള മനുഷ്യനാണ്, ഭയങ്കര ഊർജ്ജമുള്ള മനുഷ്യനാണ്. അങ്ങനെ പെട്ടെന്നൊന്നും അയാളെ ഒരാൾക്ക് അടിച്ച് താഴെയിടാനോ അല്ലെങ്കിൽ ഗുണ്ടായുസം കൊണ്ടൊന്നും തൊടാൻ പറ്റുന്ന ഒരാളായിരുന്നില്ല ഞാൻ അറിയുന്ന ആൾ. ഇദ്ദേഹം എന്തായാലും ഇയാൾക്ക് ഇവരുമായിട്ടുള്ള ജീവിതത്തിന് ശേഷം ഇയാൾ ആരോഗ്യപരമായി വളരെ മോശാവസ്ഥയിലായി എന്നുള്ളതാണ്. എന്തായാലും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഇവരെ അതിഭീകരമായി ഈ മകളെയും അല്ലെങ്കിൽ ആ മകനെയും അയാൾക്കുണ്ടായതല്ല മറ്റാർക്കുണ്ട്, ഇയാൾക്ക് സന്താനങ്ങൾ ജനിക്കത്തില്ല, ഉണ്ടായ കുട്ടികളെ അതിഭീകരമായി മർദ്ദിച്ച് ആൾക്കാർ നോക്കി നിൽക്കെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. ഇയാൾ പിടിച്ച് വലിച്ചെറിഞ്ഞു രണ്ടുപേരെയും. അവരെ അപമാനിതനായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ അടി മുഴുവൻ കൊണ്ട് നിലത്ത് വീണ് അവർ ആ റോഡിൽ നിന്ന് എഴുന്നേറ്റ് പോയി എന്നാണ് പറയുന്നത്. ആ സ്ഥലത്ത് നിന്ന് അവർ അപ്രത്യക്ഷരായി. പക്ഷെ ഒരു ദിവസം പിന്നെ ഇയാൾ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. നടക്കാനൊക്കെ ബുദ്ധിമുട്ടായി, ആരോഗ്യത്തിന് ബുദ്ധിമുട്ടായി. പക്ഷേ ഇയാളുടെ എല്ലാവരെയും വളരെ മോശമായിട്ട് പദങ്ങളൊക്കെ ഉപയോഗിക്കുള്ളൂ. ആരും ഇയാളുടെ കൂടെ നോക്കാൻ പോലും ആളില്ലാതായിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു ദിവസം രാത്രി ഒരു നിലവിളി കേൾക്കുകയാണ് അവിടെയുള്ള ആൾക്കാർ. ചെല്ലുമ്പോൾ കാണുന്നത് ഈ സ്ത്രീയും ഗുണ്ടകളും കൂടെ വന്നിട്ട് ഇയാളെ മാരകമായി ഉപദ്രവിക്കുന്നതാണ്. എടുത്ത് തറയിലടിച്ചു എന്നാണ് പറയണേ. പൊട്ടി ദേഹം മുഴുവൻ തലയൊക്കെ പൊട്ടി, മുഖമൊക്കെ പൊട്ടി, ശരീരം അയ്യോ അയ്യോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ സ്ത്രീയുടെ സന്താനം പെണ്ണോ ആണോ ഏതോ വണ്ണും ഈ ഗുണ്ടകളും കൂടെ ചേർന്ന് ഇയാളെ അടിച്ച് നിലംപരിശാക്കി, ഇയാളെ മൃതാവസ്ഥയിലാക്കി. ഇയാളുടെ ആ പത്രത്തിൽ ഇയാളെ വിരൽ പതിപ്പിച്ച് ഇയാളെ കൊണ്ട് ഒപ്പിട്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും അവർ ആ സ്വത്ത് മുഴുവൻ അവരുടെ കൈക്കലാക്കി. ആലോചിക്കണം, അവർക്ക് അവർക്ക് ഇനി സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് നല്ലതായിട്ട് മനസ്സിലാകുന്നുണ്ട്. ഇവരെ പോലുള്ള ഒരുപാട് പേരുടെ ജീവിതം നന്നായിട്ട് കണ്ടറിഞ്ഞ ആളെന്നുള്ളതിലേ ഒടുവിൽ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ, ഇയാൾ ഒരു ബലികർമ്മങ്ങൾ പോലും ചെയ്യാൻ ആളില്ലാതെ, ആശുപത്രിയിൽ പോലും കൊണ്ടുപോകാൻ ആളില്ലാതെ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോയി നിലത്ത് വീണതാണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പരിശോധിച്ച് ഒരു കേസ് പോലും ഇല്ലാതെ ഇയാൾ ദയനീയമായി മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ സ്വത്തുക്കൾ മുഴുവൻ, ശതകോടീശ്വരനായ ഇദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ വക്കീലുമാരുമായിട്ട് ചേർന്ന്, ഇദ്ദേഹത്തിൻ്റെ വക്കീലും അവരുടെ വക്കീലും എല്ലാവരും കൂടെ ചേർന്ന് എല്ലാവരുമായിട്ട് എഴുതിയെടുത്തു. ഒരു അവകാശവുമില്ലാതെ എവിടെയോ കിടന്ന രണ്ടുപേർ ഇയാളുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഈ സ്വത്തിന് അവകാശമുണ്ടോ? നമ്മളിത് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കിടന്നൊരു വലിയ സത്യമാണ് ഞാനീ പറയുന്നത്. അയാൾ അതിദാരുണമായി അനാഥനായി ഏകാന്തമായി അയാൾ മരണപ്പെട്ടു. നമ്മുടെ അഭിലാഷ് ബാലകൃഷ്ണൻ, നമ്മുടെ ഡയമണ്ടൊക്കെ പരസ്യമൊക്കെ ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു. അദ്ദേഹമാണ് എൻ്റെ അടുത്ത് ഈ കഥ വളരെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന കഥയാണ്. മുൻപിൽ അദ്ദേഹം കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ്. ഒരു സിനിമ പോലെ കാണുന്നതായിരുന്നു എന്നോട് പറഞ്ഞു തന്നത്. ഇപ്പോഴും ആ കെട്ടിടം, എനിക്ക് തോന്നുന്നു ആ പ്രേതാത്മാവ് ഒരിക്കലും അവിടെ വിട്ടുപോകില്ല. അയാൾ വിട്ടുപോകുന്നതിനല്ലാതെ തന്നെ ഇയാൾ ആദ്യം സ്നേഹിച്ചിരുന്നില്ല, ഇയാൾ സ്നേഹിച്ചിരുന്ന ആ ഭൂമിയാണ്. ആ ഭൂമി ആദ്യം വിവാഹം കഴിച്ച ആ സ്ത്രീയുടെ പിതാവും മഹന്മാരോടെ ആയിരുന്നു. അവരുടെ പ്രേതാത്മാക്കൾ താർത്തി ചിരിക്കുന്നുണ്ടാവും. ഇയാൾ ദയനീയമായി ഇപ്പോഴും ഇയാൾ റോഡ് സൈഡിൽ, എനിക്ക് തോന്നുന്നു ഇയാളെ പ്രേതാത്മാവ് റോഡ് മുഖത്ത് തന്നെ കാണും. ഈ കെട്ടിടത്തിൻ്റെ മുമ്പിൽ തന്നെ ഒരു പ്രേതാത്മാവായിട്ട് ഇയാളുണ്ടാവും. അപ്പോൾ ഇപ്പോഴുള്ളൊരവസ്ഥ എന്താണ്? അവർക്കാരും ഒരു ബന്ധമില്ലാതെ ശരീരം കൊടുത്ത് ഈ സ്വത്തുക്കൾ മുഴുവൻ സ്വന്തമാക്കിയ ആ സ്ത്രീ അദ്ദേഹത്തിൻ്റെ വില കൂടിയ കോടിക്കണക്കിന് വിലയുള്ള അംബാസഡർ കാറിൽ മലർന്നു കിടന്ന് രാജകീയമായി സുഖിച്ച് ജീവിക്കുകയാണ്. ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത്? എങ്ങോട്ടാണ് ഈ യാത്ര? അവർക്കൊരു അവകാശവുമില്ലാത്ത ഭൂമി, അവർക്കൊരു അവകാശവുമില്ലാത്ത കെട്ടിടങ്ങൾ, അവർക്കൊരു അവകാശവുമില്ലാത്ത വാഹനങ്ങൾ, ഇതെല്ലാം തന്നെ സ്വന്തമാണെന്ന് വിചാരിച്ച്, ഇവിടെ ദൈവമില്ല എന്ന് വിചാരിച്ച്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് തട്ടഹസിച്ചുകൊണ്ട് ജീവിക്കുന്ന ആ സ്ത്രീരത്നത്തോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഭൂതകാലത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ നിങ്ങൾ ഏത് അഴുക്കുചാലിൽ നിന്നാണോ വന്നത്, ഒരു അഴുക്കുചാലിൽ നിന്ന് വന്നവർക്കെല്ലാം ഒരു ഭൂതകാലമുണ്ട്. അവർ വളർന്നു വന്ന സ്വന്തം ശരീരത്തിൻ്റെ ഊർജം കൊടുത്ത് നേടിയ ആ ശക്തി നിങ്ങളെ തിരിച്ചു കുത്തും, തിരിച്ചടിക്കും. നിങ്ങൾ നശിപ്പിക്കപ്പെട്ടവൻ ഇങ്ങനെ നശിക്കേണ്ടവൻ തന്നെയായിരിക്കും. പക്ഷേ നിങ്ങൾ ചെയ്തതോ ഒരു പ്രാണനെ, ഒരു മനുഷ്യനെ, ആരോഗ്യം നശിച്ചുപോയ അതിക്രൂരനായ സ്ത്രീ ശരീരത്തെയും പണത്തെയും മാത്രം സ്നേഹിച്ച ഒരു മനുഷ്യനെ നിങ്ങളുടെ സന്താനം, അത് പെണ്ണാണോ ആണോ എന്നറിയത്തില്ല,
കാലിൽ തൂക്കിയെടുത്ത് ആരോഗ്യം നിലനിൽക്കുന്ന അവസ്ഥയിൽ തൂക്കിയെടുത്ത് നിലത്തടിച്ചു കൊന്നു. ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്തത് കൊണ്ട് ആ കേസ് തേഞ്ഞു മാഞ്ഞു പോയെങ്കിൽ പോലും കാലം കാത്തു സൂക്ഷിക്കുന്ന ചില സത്യങ്ങളുണ്ട്. കാലം കാത്തു സൂക്ഷിക്കുന്ന അതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിച്ചല്ലേ പറ്റൂ. നിങ്ങളെന്നല്ല, ഇതേപോലെ നമുക്ക് അവകാശമില്ലാത്തതെന്തും നമ്മളിലേക്ക് വന്നു ചേർന്നാൽ, മറ്റാരും കാണാതെ നമ്മളത് സ്വന്തമാക്കിയാൽ, മറ്റൊരാളുടെ അധ്വാനം നമ്മൾ സ്വന്തമാക്കിയാൽ, നമുക്ക് അവകാശപ്പെടാത്തതെല്ലാം ഏതെങ്കിലും മാർഗത്തിലൂടെ വഞ്ചിച്ചും പറ്റിച്ചും ചതിച്ചും നമ്മൾ സ്വന്തമാക്കിയാൽ, സ്മരണയില്ലാതിരിക്കെ നമ്മളൊരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്മരണയില്ലാതിരിക്കുകയും നീ എന്ത് ചെയ്തു എനിക്ക് എന്ന് സഹായിച്ച ഒരാളുടെ മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ആശുപത്രി കിടക്കുന്നു, അയാൾക്ക് ആശുപത്രിയിൽ ഇറങ്ങാൻ നിവൃത്തിയില്ല. മറ്റൊരാൾ അയാളെ പണം പിരിച്ച് അയാളുടെ പണമിട്ട് അയാളെ ആശുപത്രിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. കുറേ കാലം കഴിഞ്ഞ് അവർ തമ്മിൽ മാനസികമായൊരു തെറ്റിലുണ്ടാകുമ്പോൾ നീ എനിക്ക് എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ സഹായം മറ്റുള്ളവരുടെ മുമ്പിൽ യാചിച്ച് ഇയാളെ രക്ഷപ്പെടുത്തി അവരുടെ ഒരു മാനസികാവസ്ഥ. അപ്പോൾ ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ വേദനകൾ, മനുഷ്യൻ്റെ അഹങ്കാരങ്ങൾ, മനുഷ്യൻ്റെ ദുരിതങ്ങൾ, മനുഷ്യൻ്റെ ദുഃഖങ്ങൾ, മനുഷ്യൻ്റെ മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനങ്ങൾ, പ്രതികാരദാഹങ്ങൾ, എന്താണ് നേടിയത് എന്ന് ചോദിച്ചാൽ ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, നിൻ്റെ ശരീരം ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡിയാണ്. നിൻ്റെ ഹൃദയം തുടിക്കുന്നു, നിൻ്റെ കൺപോളകൾ ചിലയ്ക്കുന്നു, നിൻ്റെ ബോധത്തിലൂടെ വരുന്ന നിനക്ക് സംസാരിക്കാൻ കഴിയുന്നു, നിൻ്റെ കാലുകൾ ചലിക്കുന്നു. ഈ ചലനമറ്റ് കിടക്കുന്ന ഒരു ദിവസം നിനക്കുണ്ടാകുമെന്നും നീ ആ ചലനം കിടക്കുമ്പോൾ പിന്നെ നീ അനുഭവിക്കുന്നത് നിൻ്റെ കർമ്മങ്ങൾക്കനുസൃതമായി നീ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിനെ ആശ്രയിച്ചാണെന്നും ആ ആശ്രയിക്കുന്നത് ദുഃഖദുരിതങ്ങളില്ലാതെ ശാന്തമായതാകണമെങ്കിൽ നീ മറ്റുള്ളവരുടേതൊന്നും സ്വന്തമാക്കാതെയും മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ പോലും മറ്റുള്ളവരുടെ ചിന്തകൾ സ്വന്തമാക്കാതിരിക്കുകയും നീ നിൻ്റെ ഊർജ്ജത്തിലൂടെ മാത്രം ജീവിക്കാനും സത്യസന്ധമായി ജീവിക്കാനും നമുക്ക് അർഹതപ്പെട്ടത് മാത്രം നമുക്ക് സ്വീകരിക്കാനും അർഹതയില്ലാത്തതും നമ്മൾ അധ്വാനിക്കാത്തതൊന്നും നമുക്ക് വേണ്ട എന്നുള്ള ഉറച്ച തീരുമാനമെടുത്താൽ മാത്രമേ നമുക്ക് ശാന്തമായ ഒരു ദൈവത്തിൻ്റെ കരുണയുള്ള ഒരു ജീവിതമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മനുഷ്യൻ മണ്ണാകുന്നു എന്നൊരു സത്യമെങ്കിലും മനുഷ്യൻ മനസ്സിലാകുന്നു. മനുഷ്യ, നീ മഹാനാകുന്നു എന്നുള്ളതല്ല, നീ ഈ മണ്ണിൽ ലയിക്കേണ്ടതാണ്. മനുഷ്യ, നീ മണ്ണാകുന്നു. നീ ഈ മണ്ണിൽ തന്നെ ജനിച്ച് നീ ഈ മണ്ണിൽ തന്നെ ജീവിച്ച് ഈ മണ്ണിൽ തന്നെ മരിച്ച് മണ്ണിൽ ലയിക്കേണ്ടവനാണ് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയണം. മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയോടുകൂടെയൊക്കെ ജീവിച്ചാൽ മാത്രമേ ഈശ്വരൻ്റെ കടാക്ഷമുണ്ടാകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.